Hello friends, welcome to AutoCAD Online Training presented by BIMLabs Engineering Services Private Limited. BIMLabs is an Autodesk authorized learning partner. I am Samira Salim, working as a Senior Technical Engineer at BIMLabs. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AutoCAD Drawing Tools Part 4 ആണ്. നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ 3 പാർട്സിലും നമ്മൾ നോക്കിയത് ലൈൻ ടൂൾ, പോളിലൈൻ ടൂൾ, സർക്കിൾ ടൂൾസ് ആയിരുന്നു. പിന്നെ പോയിന്റ് ടൂൾ, പോയിന്റ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്ക് ടൂൾ ആണ്. ഓട്ടോകാഡിനകത്ത് ഡ്രോയിങ് പാനലിനകത്തുള്ള ആർക്ക് ടൂൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാത്ത് സെയിം തന്നെയാണ്. ഹോം ടാബ്, ഡ്രോ പാനൽ, ആർക്ക് എടുക്കുക, മെനു ബാർ, ഡ്രോ, ആർക്ക് എടുക്കുക, ഓർ കമാൻഡ് ഏരിയ ARC ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്താലും ഓക്കെയാണ്, ആർക്ക് എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് ഈ ആർക്കിന്റെ ടൂളിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഓപ്ഷൻസ് ആണ് കിടക്കുക. പക്ഷെ ഡിഫോൾട്ട് ആയിട്ട് ആർക്കിന്റെ ഓപ്ഷൻസ് 8 എണ്ണമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ 3 പോയിന്റ് ആണ് കിടക്കുന്നത്. സ്റ്റാർട്ട് സെന്റർ എൻഡ് ഓപ്ഷൻ, സ്റ്റാർട്ട് സെന്റർ ആംഗിൾ, സ്റ്റാർട്ട് സെന്റർ ലെങ്ത്, സ്റ്റാർട്ട് എൻഡ് ആംഗിൾ. പിന്നെ അഗൈൻ ഇവിടെ വരുമ്പോൾ സെന്റർ സ്റ്റാർട്ട് എൻഡ്, അതായത് ഇവിടെ സ്റ്റാർട്ട് സെന്റർ എൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇത് 3 എണ്ണം. അപ്പൊ നമുക്ക് 1, 2, 3, 4, 5, 6, 7 ലാസ്റ്റ് കണ്ടിന്യൂ ഓപ്ഷൻ കൂടെ ചേർത്ത് 8 രീതിക്കാണ് നമുക്ക് ഇവിടെ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഡ്രോക്കകത്തുനിന്ന് മെനു ബാറിനകത്ത് ഡ്രോക്കകത്തുനിന്ന് ആർക്കിൽ ക്ലിക്ക് ചെയ്താലും ഇവിടെ ഇത്ര ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓർ കമാൻഡ് ഏരിയ സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആർക്ക് ടൈപ്പ് ചെയ്തു. സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ദ ആർക്കിന്റെ സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. നമുക്ക് കമാൻഡ് ഏരിയയിൽ നിന്നും എല്ലാ ഓപ്ഷൻസും ജസ്റ്റ് കറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ സെന്റർ പോയിന്റ് ആണോ എൻഡ് പോയിന്റ് ആണോ എന്നൊക്കെ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എക്സസ് ചെയ്യുന്ന രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആർക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന ഡ്രോയിങ്ങിന്റെ റിക്വയർമെന്റ് എന്താണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആർക്കാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഇതിനകത്ത് കിടക്കുന്നത് 3 പോയിന്റ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ആർക്കിനകത്തുള്ള 3 പോയിന്റ് ആർക്ക് ആൻഡ് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ആർക്കൊക്കെ. ഫസ്റ്റ് ഇപ്പൊ 3 പോയിന്റ് ആർക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആർക്കിൽ 3 പോയിന്റ്സ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 പോയിന്റ് സ്പെസിഫൈ ചെയ്യാം. ആർക്ക് വരേണ്ട ഒരു 3 പോയിന്റ്സ്, സ്റ്റാർട്ട് പോയിന്റും സെക്കൻഡ് പോയിന്റും അടുത്ത 2 പോയിന്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ ആ 3 പോയിന്റിലും കൂടി നമുക്കൊരു ആർക്ക് കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റാർട്ട് പോയിന്റ്, സെന്റർ പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ്. നമുക്ക് തന്നിരിക്കുന്ന സെയിം ഓർഡറിൽ തന്നെയാണ് നമ്മൾ പോയിന്റ്സിനെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യാം, ദെൻ സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യാം, പിന്നെ എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാം. നമുക്കറിയാം നമ്മളൊരു സ്റ്റാർട്ട് പോയിന്റും സെന്റർ പോയിന്റും നമ്മൾ കൊടുക്കുമ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു ആർക്കിന്റെ റേഡിയസിനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് സെന്റർ എൻഡ് ഓപ്ഷൻ കൊടുത്തു. ഫസ്റ്റ് ഞാൻ ആർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്തു. രണ്ടാമത്തെ ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്തു, അതായത് സെന്റർ പോയിന്റ് ആണ്. അതായിരിക്കും നമ്മുടെ സർക്കിളിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആർക്കിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. അടുത്ത കൊടുക്കേണ്ടത് ആർക്കിന്റെ എൻഡ് പോയിന്റ് ആണ്. ഞാൻ ഓർത്ത് ഓൺ ആക്കിയിട്ടേക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് 90 ഡിഗ്രീസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ട് മാത്രമേ പോയിന്റ്സിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓർത്ത് ഓഫ് ആക്കിയാൽ മാത്രമേ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും പോയിന്റ്സിനെ സ്പെസിഫൈ ചെയ്യാം എന്നുള്ള രീതിക്ക് ഓപ്ഷൻ മാറുള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ട് പോയിന്റും രണ്ടാമത്തെ പോയിന്റും കൊടുത്തപ്പോൾ റേഡിയസ് ഡിഫൈൻ ആയി. അടുത്ത ഞാൻ കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ ആർക്കിന്റെ എൻഡ് പോയിന്റ്. നമുക്ക് ആർക്ക് എവിടെ വേണമെന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഇവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സർക്കിൾ ഇവിടെ വെച്ച് കട്ടാവും, അതായിരിക്കും നമ്മുടെ ആർക്ക്. ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഞാനിപ്പോ ഇങ്ങനെ കൊടുക്കുവാണ്, അതായത് സ്റ്റാർട്ട് പോയിന്റും സെന്റർ പോയിന്റും എൻഡ് പോയിന്റും വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് പോയിന്റ്, സെന്റർ പോയിന്റ് ആൻഡ് ആംഗിൾ ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ട് പോയിന്റും സെന്റർ പോയിന്റും സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് ഡിറ്റർമിൻ ആവും. അടുത്ത ഓപ്ഷൻ ആംഗിൾ ആണ്, അതായത് ഇൻക്ലൂഡഡ് ആംഗിൾ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു, സെന്റർ പോയിന്റ് കൊടുത്തു, പിന്നെ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ 50 ഡിഗ്രി കൊടുക്കുവാണ്. ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇൻക്ലൂഡഡ് ആംഗിൾ. ഞാൻ ജസ്റ്റ് ലൈൻ എടുത്ത് വരച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ വരച്ചു. ഡയമെൻഷൻസിനകത്ത് ആംഗുലർ ഡയമെൻഷൻ എടുത്തു, ഈ 2 ലൈനിനെ കൂടെ സെലക്ട് ചെയ്തു. ഇതിനകത്തുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് വെച്ചാൽ 50 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മൾ അടുത്ത് സ്പെസിഫൈ ചെയ്തത്. സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുക, സെന്റർ പോയിന്റ് കൊടുക്കുക, പിന്നെ നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ കൊടുക്കുക. അപ്പൊ ആ ഒരു ഇൻക്ലൂഡഡ് ആംഗിളിൽ നിൽക്കുന്ന രീതിക്ക് ഉള്ള ഒരു ആർക്ക് നമുക്ക് വരും. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ.
സ്റ്റാർട്ട് പോയിന്റും സെന്റർ പോയിന്റും കൊടുത്തിട്ട് റേഡിയസിനെ ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം ഇൻക്ലൂഡഡ് ആംഗിൾ വെച്ചിട്ട് ആർക്ക് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് പോയിന്റ്, സെന്റർ പോയിന്റ് ആൻഡ് ലെങ്ത് ഓപ്ഷൻ ആണ്. ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഡ് ലെങ്ത് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടും സെന്ററും ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും. പിന്നെ നമ്മൾ കോഡ് ലെങ്ത് കൊടുത്തുകൊണ്ട് ആ കോഡ് ലെങ്തിലുള്ള ഒരു ആർക്കിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോൾ സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു, സെന്റർ പോയിന്റ് കൊടുത്തു, നമ്മുടെ റേഡിയസ് ആയി. എനിക്ക് കോഡ് ലെങ്ത് ഞാനൊരു 5000 എന്ന് കൊടുത്തു. 5000 എടുക്കുമ്പോൾ 5000 വരുന്ന രീതിക്ക് ഒരു 5000 കോഡ് ലെങ്ത് ഉള്ള ഒരു ആർക്കാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ ഡയമെൻഷൻ എടുക്കുകയാണ്. നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഡയമെൻഷൻ 5000 ആണ്. അതാണ് നമ്മുടെ കോഡ് ലെങ്ത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് പോയിന്റും സെന്റർ പോയിന്റും ഡിഫൈൻ ചെയ്ത റേഡിയസ് കൊടുത്തതിന് ശേഷം കോഡ് ലെങ്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു ആർക്ക് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡാണിത്. നെക്സ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട്, എൻഡ് ആൻഡ് ആംഗിൾ. സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുക, എൻഡ് പോയിന്റ് കൊടുക്കുക. നേരത്തെ നമ്മൾ സെന്റർ പോയിന്റ് ആണ് കൊടുത്തത്. ഇപ്പോഴത്തെ ഓപ്ഷൻ എൻഡ് പോയിന്റ് കൊടുത്തതിന് ശേഷം ഇൻക്ലൂഡഡ് ആംഗിൾ കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു, ആർക്ക് എൻഡ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് കൊടുത്തു. ഇനി വരേണ്ട ഇൻക്ലൂഡഡ് ആംഗിൾ ഞാനൊരു 200 കൊടുക്കുകയാണ്. അതായത് ഇതിനകത്തുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കും. സോറി, 200 ആയിരിക്കും. ആംഗിൾ എടുത്തു. കണ്ടോ, അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 200 ആണ്. ഇതാണ് സ്റ്റാർട്ടും എൻഡും സ്പെസിഫൈ ചെയ്തുകൊണ്ട് അതിനുശേഷം ഇൻക്ലൂഡഡ് ആംഗിൾ സ്പെസിഫൈ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ നേരത്തെ മൂന്നാമത് നോക്കിയ ഓപ്ഷൻ സ്റ്റാർട്ടും സെന്ററും, അതായത് റേഡിയസ് ഡിഫൈൻ ചെയ്തതിന് ശേഷം ആംഗിൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടും എൻഡും ഡിഫൈൻ ചെയ്തതിന് ശേഷം ആംഗിൾ കൊടുക്കുക എന്നുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ ആണ്. സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുക, എൻഡ് പോയിന്റ് കൊടുക്കുക, ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുക. അതായത് നമുക്ക് അപ്പിലോട്ടാണ് നമ്മുടെ ആർക്ക് വേണ്ടത്, ഡൗൺവേർഡ്സിലോട്ടാണ് ആർക്ക് വേണ്ടതെന്നുള്ള ഓപ്ഷനാണത്. അപ്പിലോട്ട് കൊടുത്തതിന് കണ്ടോ, നമുക്ക് റേഡിയസിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് തന്നെ അപ്പിലോട്ട് ആർക്ക് വരയ്ക്കാം. താഴോട്ടാണ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ താഴോട്ട് ടാൻജന്റ് വലിച്ചാൽ മതി. ഞാനിപ്പോൾ താഴോട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ നിന്നുള്ള ടാൻജന്റ് ആയിട്ടാണ് ആ ഒരു ഡയറക്ഷൻ വരിക. മേലോട്ടാണെന്നുണ്ടെങ്കിൽ മേലോട്ടുള്ള ടാൻജന്റ് ആയിട്ടാണ് ഡയറക്ഷൻ വരിക. അപ്പൊ നമുക്ക് അങ്ങനെയും ഡയറക്ഷൻ കൊടുത്തിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. സ്റ്റാർട്ട് ആൻഡ് റേഡിയസ് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ. സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുക, എൻഡ് പോയിന്റ് കൊടുക്കുക, ദെൻ റേഡിയസ് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇതിനകത്ത് നമുക്ക് ഡൈനാമിക് ഇൻപുട്ടിനകത്ത് എഴുതി കാണിക്കുന്ന വാല്യൂ 4070.8977 ആണ്. ഞാൻ വേറൊരു വാല്യൂ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു റേഡിയസ്, ആ ഒരു ആർക്ക് ക്രിയേറ്റ് ആവില്ല. നമ്മൾ 2 പോയിന്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് ഓൾറെഡി റേഡിയസിനെ ഡിഫൈൻ ചെയ്യുവാണ്. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന റേഡിയസ് തന്നെ നമ്മൾ കൊടുക്കണം. അല്ലാതെ വേറെ അതിനെക്കാട്ടിലും ഒത്തിരി വലിയ വാല്യൂസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർക്ക് അവിടെ ക്രിയേറ്റ് ആവില്ല. ഞാൻ 4017.6 കൊടുത്തു, നമുക്ക് ആർക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്ക് വരയ്ക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ താഴോട്ടും, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ മേലോട്ട് ആയിരിക്കും ആർക്ക് വരിക. ഞാനിപ്പോൾ 3 പോയിന്റ് എടുത്തു, സ്റ്റാർട്ട് ആൻഡ് റേഡിയസ് തന്നെ എടുത്തു. ഞാനിപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് വരയ്ക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഇങ്ങനെ വരട്ടത് നമുക്ക് കണ്ട് നമ്മുടെ ആർക്ക് താഴോട്ടാണ് വന്നത്. നെക്സ്റ്റ് ഞാൻ തിരിച്ച് വരയ്ക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുവാണ്, നമ്മുടെ ആർക്ക് മേലോട്ടാണ് വന്നത്. അതായത് നമ്മൾ ക്ലോക്ക് വൈസ് ആണ് ആർക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ താഴെ നിന്ന്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഡയറക്ഷൻ ആർക്കിന്റെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആർക്ക് മേലോട്ട് അപ്പായിട്ടുമായിരിക്കും ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഉള്ള ഓപ്ഷൻ സെന്റർ, സ്റ്റാർട്ട്, എൻഡ് ആണ്. നേരത്തെ ഉള്ള ആർക്കിൽ നിന്നും വലിയ ഡിഫറൻസ് ഒന്നും ഈ 3 ഓപ്ഷനിലും ഇല്ല. നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് ഏത് പോയിന്റ് ആണെന്നുള്ള ഒറ്റ ഡിഫറൻസ് ഇവിടെ കാണിക്കുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച സെക്കൻഡ് ഓപ്ഷനിൽ സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്തിട്ടായിരുന്നു സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഈ ഓപ്ഷനിൽ സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്തിട്ട് സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നുള്ള ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെന്റർ പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുമ്പോൾ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നതിന്റെ റേഡിയസ് ആണ്, ദെൻ എൻഡ് പോയിന്റ് കൊടുക്കുക. അഗൈൻ സെക്കൻഡ് ഓപ്ഷൻ സെന്റർ, സ്റ്റാർട്ട് ആൻഡ് ആംഗിൾ, സെന്റർ, സ്റ്റാർട്ട് ആൻഡ് കോഡ് ലെങ്ത്. ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഏത് എലമെന്റ് ആണ് വരച്ച് നിർത്തിയത് അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ആർക്കിനെ കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. കണ്ടിന്യൂ കൊടുത്തു, ലാസ്റ്റ് ഞാൻ വരച്ച് നിർത്തിയത് ഈ ഒരു ആർക്കിലായിരുന്നു, കണ്ടോ. അഗൈൻ ഞാൻ ഇവിടെ കണ്ടിന്യൂ എടുക്കുവാണ്. അഗൈൻ എനിക്ക് ആ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അടുത്തൊരു ആർക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ വരച്ച് നിർത്തിയത് ഒരു ലൈൻ ആണെന്ന് ഇരിക്കട്ടെ, എങ്കിലും ഞാൻ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൈനിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു ആർക്കിനെ ഡിഫൈൻ ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. ഇതാണ് ഈ ആർക്കിന്റെ ഡിഫറെന്റ് ആയിട്ട് 8 ടൈപ്സ് ആർക്ക് ഉണ്ട്. അതിൽ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഓരോ
ആർക്കും നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് കണ്ടീഷൻ വരിക അതിനനുസരിച്ച് നമ്മൾ ആർക്കിന്റെ ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ടത് ചൂസ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യാറ്. ഒന്നുകിൽ ഹോം ടാബിനകത്ത് ഡ്രോപ്പ് പാനലിൽ നിന്ന് ആർക്ക് എക്സസ് ചെയ്യുക, ഓർ മെനു ബാറിനകത്ത് എക്സസ് ചെയ്യുക, ഓർ കമാൻഡ് ഏരിയ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആർക്ക് ടൂൾ. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ ഡ്രോയിങ് ടൂളിന്റെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ, കീപ് വാച്ചിങ്.